വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. മഴക്കാലം എത്തി, അതുകൊണ്ട് മഴക്കാല രോഗങ്ങളെപ്പറ്റി തന്നെ ഇന്നത്തെ ഡോക്ടേഴ്സ് ക്യാബിനിൽ ചർച്ച ചെയ്യാം. ഇതിനായി ഹോമിയോപ്പതി റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ നസ്രുല്ല നമ്മളോടൊപ്പമുണ്ട്. വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ശരിക്കും മഴക്കാല രോഗങ്ങൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സാധാരണ പനി മുതലാണോ? മഴക്കാല രോഗങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? മഴ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മഴ കേരളീയർക്ക് ആഘോഷമാണ്. ഒരു മഴ തിമിർത്ത് പെയ്യുന്നത് കണ്ടാൽ ആ ജനലിലൂടെ ആ മഴ പെയ്യുന്നത് നോക്കി നിൽക്കുന്ന കുട്ടികളും യുവജനങ്ങളും വൃദ്ധരടക്കം ആ മഴ ആസ്വദിക്കും. പല സിനിമാ സംവിധായകരും അവരുടെ സിനിമകളിൽ മഴ വളരെ നന്നായി അത് പിടിച്ചെടുക്കാറുണ്ട് ക്യാമറ ഉപയോഗിച്ച്. അതേപോലെ തന്നെ ഈ മഴ വന്നു കഴിഞ്ഞാൽ ചില യുവാക്കളും യുവതികളും മഴയത്തിറങ്ങി നൃത്തം ചവിട്ടും. അത്രയധികം മഴയെ ആഘോഷിക്കുന്നവരാണ് കേരളീയർ പ്രത്യേകിച്ചും. പക്ഷേ മഴയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഘോഷം നൽകുന്നതാണെങ്കിലും പല അസുഖങ്ങളും സമ്മാനിച്ചിട്ടാണ് ആ മഴ തോർന്നു പോകുന്നത്. നമ്മളിപ്പോൾ പ്രധാനമായിട്ടും മഴക്കാലത്തെ പറ്റി പറയുമ്പം വെള്ളത്തിലൂടെ, പിന്നെ വായുവിലൂടെ, പിന്നെ കൊതുക് വരുത്തുന്ന അസുഖങ്ങളാണ് മെയിനായിട്ടുള്ളത് അല്ലേ? അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മൺസൂൺ ഡിസീസ് അഥവാ മഴക്കാല രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒന്ന് ജലജന്യ രോഗങ്ങൾ. ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, ഡയറിയ, ഹെപ്പാറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പാറ്റൈറ്റിസ് ബി, അതായത് മഞ്ഞപ്പിത്തം എയും മഞ്ഞപ്പിത്തം ബിയും, ബി അല്ല ഇ. അതുകൂടാതെ ഭക്ഷണത്തിലൂടെയും ഇത് പകരും. ഭക്ഷണത്തിലൂടെ പകരുന്ന ഒന്ന് സ്ട്രീറ്റിൽ തുറന്നു വെച്ച് വിൽക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, സ്ട്രീറ്റിൽ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് തുറന്നു വെച്ചിട്ട് വിൽക്കുന്ന ആ ഫ്രൂട്ട്സ് കഴിക്കുന്നത് മുഖേന നമ്മൾക്ക് ഈ പറഞ്ഞ ഡിസെൻട്രി, ഡയറിയ, വൊമിറ്റിംഗ്, അമീബിയാസിസ് തുടങ്ങി ടൈഫോയിഡും മഞ്ഞപ്പിത്തം ഇതെല്ലാം പിടിപെടും. എയർബോൺ ഡിസീസ്, അതായത് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒരാൾ സംസാരിക്കുമ്പോഴും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് വായു മുഖാന്തരം പകരുന്ന എയർബോൺ ഡിസീസസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്ലൂ, രണ്ടാമത് കോൾഡ്. ജലദോഷം പിടിച്ച് ധാരാളം ആളുകൾ ഒരു ജലദോഷം പിടിപെട്ട ആളും മറ്റ് പലരിലേക്കും ജലദോഷം പകർത്തും. ഒരാൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും കോടിക്കണക്കിന് വൈറസ് പുറത്തേക്ക് വരികയും ആ വായു ശ്വസിക്കാൻ ഇടയാവുന്നവർക്ക് ജലദോഷം പിടിപെടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, യുവാക്കൾ മഴ കണ്ടാൽ മഴയിൽ ഇറങ്ങി നൃത്തമാടി ആനന്ദിക്കും. അവർ ജലദോഷം പിടിപെട്ട് വൈകുന്നേരം സിനിമയ്ക്ക് പോകും. സിനിമാ തിയേറ്ററിൽ 1000 പേരോ 500 പേരോ ഇരിക്കുന്ന ഒരു കൊട്ടയിലിരുന്ന് ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ ആ അതിലിരിക്കുന്നവർക്ക് തന്നെ ജലദോഷം പിടിപെടാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് നമ്മൾ വെക്ടർ ബോൺ ഡിസീസസ്, അതായത് കൊതുകുജന്യ രോഗങ്ങൾ. ജപ്പാനീസ് എൻകഫലൈറ്റിസ് നമ്മളുടെ ഈയിടെ കുറേ വർഷങ്ങളായി കേരള ജനത വളരെയധികം രോഗബാധിതനായതിന് ശേഷവും വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ചിക്കൻ ഗുനിയ. അതുപോലെ ഡെങ്കുപ്പനി വളരെയധികം പേർക്ക് പടർന്നു പിടിക്കുകയും പലരുടെയും മരണം തന്നെ കാരണമാകുകയും ചെയ്തതാണ് ഡെങ്കുപ്പനി. രണ്ടാമത് വരുന്ന ഡെങ്കുപ്പനിയാണ് അപകടം ഉണ്ടാക്കുക. അതിന് ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന് പറയും. അതുകൂടാതെ ഈ തണുപ്പ് മുഖാന്തരം മഴ പെയ്ത് ശക്തമായ മഴ 2-3 ദിവസം അടുപ്പിച്ച് പെയ്ത് ഫ്ലഡൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈപ്പോതെർമിയ, അതായത് ശരീരത്തിൽ ഊഷ്മാവ് കുറഞ്ഞ് അയാളുടെ അവസ്ഥ വളരെ മോശമായി, BP കുറഞ്ഞ് ഷോക്കിലേക്ക് പോയി ഈവൻ മരണം വരെ സംഭവിക്കാറുണ്ട്. മുമ്പൊക്കെ തണുപ്പ് കാലത്ത് നമ്മളുടെ കടകളിൽ, ഫാബ്രിക്സ് കടകളിൽ കയറി ചൂടുകുപ്പായം മേടിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് പലരും അതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തണുപ്പിലേക്ക് എക്സ്പോസ് ചെയ്യാനുള്ള പ്രവണത ആളുകൾ കുറക്കണം. മഴ കൊള്ളാതിരിക്കാനും കുട്ടികൾക്ക് തണുപ്പ് ഏൽക്കാതിരിക്കാനും തണുത്ത കാറ്റടിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ജലദോഷം പിടിപെട്ട അല്ലെങ്കിൽ ഫ്ലൂ പിടിപെട്ട കുട്ടികളെ ഒരു കാരണവശാലും രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ല. കുട്ടികളെ രക്ഷിതാക്കൾ പറഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ പനിക്കുള്ള ഗുളിക കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പനി ഫീൽ ചെയ്തില്ലെങ്കിലും ആ ക്ലാസ്സിലിരിക്കുന്ന 40-50 കുട്ടികൾക്ക് ആ പനി പകർത്താനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട്. അതുപോലെ ആ 50 കുട്ടികൾ 50 വീട്ടിൽ പോകും, 50 അച്ഛനും 50 അമ്മക്കും 50 സഹോദരന്മാർക്കും ആ രോഗം പകർത്തുകയാണ്. അത് മാത്രമല്ല, ടീച്ചർമാർ പറയും കുട്ടികളോട് വരണ്ടെന്ന് പറയും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടീച്ചറും ക്ലാസ്സിൽ വരാൻ പാടില്ല. ജലദോഷം പിടിച്ചൊരു ടീച്ചർ ക്ലാസ് എടുക്കാൻ തുടങ്ങി തുമ്മിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സിലിരിക്കുന്ന പിഞ്ചു കുട്ടികൾക്ക് അത്രയും പേർക്ക് രോഗം പകർത്തും. അപ്പോൾ ടീച്ചറടക്കം ക്ലാസ്സിൽ ആബ്സെൻ്റ് ആവും. നമുക്കറിയാം, മഴക്കാലം പിടിച്ചു കഴിഞ്ഞാൽ പല ഓഫീസുകളിലും, സർക്കാർ ഓഫീസുകളിലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും ഹാജർ നില വളരെയധികം കുറവായി കാണാൻ നമുക്ക് കഴിയുന്നതാണ്.
ഈ പനി ജലദോഷം തുടങ്ങിയവയ്ക്കാണല്ലോ ഏറ്റവും കോമൺ ആയിട്ട് ഇത് കൊച്ചുകുട്ടികളിൽ പോലും കാണുന്നതാണ് മഴക്കാലത്ത് പനിയും ജലദോഷവും. ഇത് നമുക്ക് ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് പെട്ടെന്ന് ഇപ്പം അതിന് തന്നെ ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ മഴജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പനികളാണ്. ഒരു വൈറൽ പനി, ഇപ്പോൾ നമുക്കറിയാം വൈറസ് കൊണ്ട് പനി ഉണ്ടാവുന്നുണ്ട്, ബാക്ടീരിയ കൊണ്ട് പനി ഉണ്ടാവുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിക് ചേഞ്ച് കൊണ്ട് പനി ഉണ്ടാവുന്നുണ്ട്. ഇതേപോലെ തന്നെ H1N1 പനി ഈ സമയത്ത് തന്നെയാണ് കൂടുതലുണ്ടാവുന്നത്. അങ്ങനെ പല പനികളും വരുമ്പോൾ ഒരു കാരണവശാലും അവർ ഹോമിയോ മരുന്നായാലും ഇംഗ്ലീഷ് മരുന്നാണെങ്കിലും സെൽഫ് മെഡിക്കേഷൻ ഒഴിവാക്കണം. ഡോക്ടറെ കണ്ട് തന്നെയാണ് ചികിത്സിക്കേണ്ടത്. പക്ഷെ പനി കാണുമ്പോഴേക്കും ഡോക്ടറെ അന്വേഷിച്ച് ഓടേണ്ട ആവശ്യമില്ല. ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തെല്ലാം സിംറ്റം അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പനിയുടെ ഒപ്പം ഛർദിയുണ്ടോ, ചുമയുണ്ടോ, ശ്വാസം കഴിക്കാൻ പ്രയാസമുണ്ടോ, ഇത്യാദി ലക്ഷണങ്ങൾ കൂടി പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം മാത്രം ഒരു ഡോക്ടറോട് വിവരം പറയുകയാണെങ്കിൽ ആ ഡോക്ടർക്ക് ഇന്ന രോഗമാണെന്ന് ലക്ഷണം മുഖേന തന്നെ തിരിച്ചറിയാൻ പറ്റും. പലപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്തല്ല ഇത്തരം രോഗങ്ങൾ കണ്ടെത്തുക. അതിന് സമയം പിടിക്കും. അതിനു മുമ്പ് രോഗി അവതരിപ്പിക്കുന്ന അയാളുടെ മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഒരു ഡോക്ടർക്ക് അയാളുടെ രോഗം ഇന്നതാണെന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സീസണിൽ ഒരു കാരണവശാലും ഡോക്ടറെ അഡ്വൈസ് ഇല്ലാതെ ഒരു പനിയുടെ ഗുളിക പോലും മേടിച്ച് കഴിക്കരുത്. പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പനി ഒരു രോഗലക്ഷണമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നു അത് തെറ്റാണ്. രോഗലക്ഷണമല്ല. പനി രോഗത്തിന് തടുക്കാനുള്ള അല്ലെങ്കിൽ രോഗത്തിനെ നേരിടാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ മെക്കാനിസം, നല്ല ഒരു മെക്കാനിസമാണ് പനി എന്ന് പറയുന്നത്. പനി പ്രതിരോധിക്കാനുള്ള, രോഗത്തിനെ തടുക്കാൻ, രോഗാണുക്കളെ എതിർത്ത് തോൽപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ മെക്കാനിസം ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ നല്ല തെളിവാണ് പനി ഉണ്ടാകുക എന്നുള്ളത്. ആ പനി ഒരു പരിധി വരെ പ്രോത്സാഹിപ്പിക്കുക. അധികമായാൽ അമൃതം വിഷം എന്നുള്ള നിലക്ക് നമുക്ക് പനി അധികമാകാൻ പാടില്ല. പക്ഷെ പനിയെ ഉടനെ തന്നെ സപ്രസ് ചെയ്യുന്നത് മുഖേന, അതല്ലെങ്കിൽ പനിയുടെ ഗുളികകൾ കഴിച്ച് പനി ഇല്ലാതാക്കുന്നത് മുഖേന രോഗാണുക്കൾ പെരുകുകയും കൂടുതൽ പരിണത ഫലങ്ങളുണ്ടാക്കി ന്യൂമോണിയ ആയാൽ പോലും കുട്ടികളെ സംബന്ധിച്ച് ന്യൂമോണിയ ആയാൽ അറിയാതായി പോകും. അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ പനികൾക്ക്, വൈറൽ പനികൾക്ക് പോലും. അത് ഡെങ്കു പനിക്കും എലിപ്പനിക്കും പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതാണ്. പക്ഷേ പല പനിക്ക് കഴിക്കുന്ന ഗുളികകൾ പലതും പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് പിന്നീട് വീണ്ടും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടർ അഡ്വൈസ് ഇല്ലാതെ ഒരു നിസ്സാരമെന്ന് നമുക്ക് കരുതുന്ന പനിയുടെ ഗുളിക പോലും സ്വയം കഴിക്കുകയോ കുട്ടികൾക്ക് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. ഡോക്ടർ, ഇപ്പം മോസ്റ്റ്ലി ഇപ്പം ഡയറിയ ആണെങ്കിലും മലേറിയ ആണെങ്കിലും ഇതും മഴക്കാലത്ത് കോമൺ ആയിട്ടുള്ളതാണ്. നമ്മളിത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇപ്പം മലേറിയയെ സംബന്ധിച്ച് ചോദിച്ചാലൊക്കെ അതൊരു കാര്യം പറയും. നമ്മളുടെ കേരളത്തിൽ നിന്ന് മലേറിയ ഏതാണ്ട് ഇറാഡിക്കേറ്റ് ചെയ്ത പോലെ ആർക്കും തന്നെ റിപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് കേരളത്തിലേക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് പല ആളുകളും തൊഴിൽ തേടിയെത്തി ധാരാളം പേര് നമ്മളിവിടെ തൊഴിലെടുക്കുന്നു. അവർ മുഖാന്തരം അവർക്കും ഈ മലേറിയ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ കടിക്കുന്ന കൊതുക് മുഖാന്തരം മലയാളികൾക്കും കേരളത്തിലും ഈ രോഗം ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മലേറിയയുടെ ലക്ഷണവും വൈറൽ പനിയുടെ ലക്ഷണവും വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല. ലക്ഷണങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഒരു ലേമാന് അല്ലെങ്കിൽ ഒരു സാധാരണ ആൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല. മലേറിയ ബാധിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു മഞ്ഞപ്പിത്തം പിടിപെടാനും ലിവറിൻ്റെ ഫെയിലിയറിലേക്കും അവസാനം അത് കിഡ്നി ഫെയിലിയറിലേക്കും രോഗിയുടെ മരണത്തിന് തന്നെ കാരണമായി മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലിവറിനെ ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ പനിക്ക് കൊടുക്കുന്ന പല മരുന്നുകളും ലിവറിന് വളരെയധികം ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. ആ ലിവർ ടോക്സിക് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നത് മുഖാന്തരം തന്നെ മലമ്പനി വളരെയധികം രൂക്ഷമാവുകയും പരിണത ഫലങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. മറ്റു വൈറൽ പനികളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ലിമിറ്റിംഗ് ആണ് കുറേയെല്ലാം പനികൾ. പക്ഷേ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള രോഗത്തിന് നമ്മൾ മരുന്ന് കൊടുക്കണം. രോഗികൾ ചോദിക്കുക, അങ്ങനെ സെൽഫ് ലിമിറ്റിംഗ് ആണെങ്കിൽ പിന്നെ എന്തിനും മരുന്ന് കഴിക്കുന്നു? ഒന്ന്, പനി ബാധിച്ചു കഴിഞ്ഞാൽ ആ പനിയുടെ ഡ്യൂറേഷൻ കട്ട് ഷോർട്ട് ചെയ്യാം. അതായത് ആ രോഗത്തിൻ്റെ ദൈർഘ്യം കുറച്ച് കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് രോഗം മാറ്റാമെന്നുള്ളതാണ് ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ഈ പനി കൊണ്ടുണ്ടാകുന്ന പരിണത ഫലങ്ങൾ, ഈവൻ മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന പരിണത ഫലങ്ങളെ തടുക്കാം, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് മെഡിസിൻ കൊടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ആ, പറയൂ. എനിക്ക് തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അതിന് മുമ്പ് ഇരുന്ന് ശ്വാസമുട്ടലുണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് അസ്താലിനും പിന്നെ 150 മില്ലിയുടെ ഒരു ഗുളിക വേറൊരു
മറന്നു. വെട്ടാടത് വെട്ടാടെന്ന് പറഞ്ഞു. ആ ചോദിച്ചോളൂ. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ കുറഞ്ഞു. അത് ഈ ഡോക്ടർ എന്നും സ്പ്രേ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഈസി ഫ്ലോ. അതൊരു ദിവസം 2 നേരവും അസ്താലിന്റെ തന്നെ സ്പ്രേ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടിച്ചാലും ശ്വാസം മുട്ടലിന് കുറവില്ല. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല വിളിക്കുന്ന ദിവസം കൂടുതലാണ്. അപ്പോ എന്താണ് മാഡം ചോദിക്കുന്നത്? എന്താണ് മാഡത്തിന് അറിയേണ്ടത് ഇതിൽ? സ്പ്രേ അടിച്ചിട്ട് കുറയാത്ത എന്താണെന്നുള്ള ഒരു ഞാൻ പറയാം. ഒന്ന്, നമ്മളുടെ സബ്ജക്റ്റ് മഴക്കാല രോഗങ്ങളാണ്. ഒന്ന്. രണ്ടാമത് ഞാൻ പറയുന്നത് കേൾക്ക്. ഒന്ന്, ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോപ്പതിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിലൊക്കെ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന ശ്വാസമുട്ടിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ മോഡേൺ വൈദ്യശാസ്ത്രത്തിൽ ഈ മരുന്നുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷേ പലപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് ശ്വാസം മുട്ട് ഈ രീതിയിലുള്ളത് ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ. ആസ്മ എന്ന് പറയുന്നത് കൺട്രോളബിൾ ഡിസീസാണ്, ക്യൂറബിൾ ഡിസീസല്ല എന്നാണ്. അതായത് രോഗം മാറ്റാൻ കഴിയില്ല, ചികിത്സിച്ച് നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയും. അത്തരത്തിലുള്ള മരുന്നുകളാണ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഹോമിയോപ്പതി സിസ്റ്റം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ തന്നെ പ്രത്യേകം കാണാം. ഹോമിയോ മരുന്നിലേക്ക് മാറ്റിയാൽ അതിൽ കൺട്രോൾ കിട്ടി നിങ്ങളുടെ രോഗം പൂർണ്ണമായിട്ട് മാറിപ്പോകാവുന്ന ചികിത്സകൾ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിലുണ്ട്. ഇത്രയും മരുന്നുകൾ ചെയ്ത് നിങ്ങൾക്ക് തൃപ്തി ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി മറ്റു മരുന്നുകൾ ഉപയോഗിക്കാം. കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഹോമിയോ ഡോക്ടർമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. 10,000-ലധികം ക്വാളിഫൈഡ് ഹോമിയോ ഡോക്ടർമാരുണ്ട് കേരളത്തിൽ. പിന്നെ അതല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. 1000-ഓളം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ NRHMൻ്റെ കീഴിലും ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളുമായി 1000-ലധികം സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ട്. ആ ഗവൺമെൻറ് സ്ഥാപനത്തിലോ പ്രൈവറ്റ് ഹോമിയോ ഡോക്ടർമാരുടെ അടുത്തോ പോയി നിങ്ങൾ വിശദമായ കേസ് എടുത്ത് ഡോക്ടർ അതിന് യോജിച്ച മരുന്ന് തരും. ഇപ്പോഴും മഴക്കാലത്തിനെ സംബന്ധിച്ചുള്ളൊരു കാര്യം, മഴക്കാലത്ത് ആസ്മ കൂടും. നമ്മളെ ഹ്യൂമിഡിറ്റി, അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടിക്കഴിയുമ്പോൾ ആ ശ്വാസമുട്ടുള്ളവർക്ക് കൂടുതൽ ശ്വാസ തടസ്സമുണ്ടാകുകയും ആസ്മ വർദ്ധിക്കുകയും ചെയ്യും. അതിന് ഏറ്റവും എളുപ്പം മാർഗം നമുക്ക് വെള്ളം തിളപ്പിച്ച് ആവി കൊള്ളാം. ഈ നെബുലൈസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾക്ക് നല്ലത് ഈ സ്റ്റീം ഇൻഹലേഷൻ ഉപയോഗിച്ചിട്ട് അതിലെ കഞ്ചഷൻ, റെസ്പിറേറ്ററി ട്രാക്റ്റിലെ കഞ്ചഷൻ നമുക്ക് കുറക്കാൻ പറ്റും. താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, മറ്റൊരു കാര്യം, ചെറിയ പനി സാധാരണയിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ചില കുട്ടികളിൽ പ്രത്യേകിച്ച് ചെറിയ പനി ഇപ്പം മഴക്കാലത്ത് ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ വരാറുണ്ട്. അതായത് കൂടെ പനി വരാറുണ്ട്. ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, പനി എന്ന് പറയുന്ന രോഗമല്ല, രോഗലക്ഷണമല്ല, നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനം. അപ്പോൾ രോഗാണുക്കൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ശരീരം പ്രതിപ്രവർത്തനം നടത്തുന്നു, അതാണ് പനി. 100 ഡിഗ്രി വരെയുള്ള പനികളെ പനിയിൽ പെടുത്തേണ്ട കാര്യമില്ല. നോർമൽ ടെമ്പറേച്ചർ 98 മുതൽ 99 വരെയാണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ്. ദാറ്റ് ഈസ് ആവറേജാണ്. 98 to 99 വരെ നോർമൽ ടെമ്പറേച്ചർ വിത്ത് ആൻ ആവറേജ് ഓഫ് 98.4. അത് കഴിഞ്ഞ് 1 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയും, കൂടിയാൽ 100 ഡിഗ്രി വരെയും അതിൽ പനി എന്ന് പറയേണ്ട നേരിയ റൈസ് ഓഫ് ടെമ്പറേച്ചർ. 100 to 102 വരെയാണ് മോഡറേറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 102 മീതെ പോകുമ്പോഴാണ് കുറച്ച് ഹൈ ടെമ്പറേച്ചറായിട്ട് കാണുന്നത്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗങ്ങളെ തടുക്കാനുള്ള കഴിവ് ആർജിച്ച് വരുന്നതിനുള്ള സമയമുണ്ട്. ആ സമയം വരെയും പലപ്പോഴും ഏത് അണുബാധ ഉണ്ടാകുമ്പോഴും ആ കുട്ടികൾക്ക് പനി ഉണ്ടാകും. പലപ്പോഴും ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ രാത്രി പനി തുടങ്ങി രാത്രി തന്നെ പനിയുടെ മരുന്നെടുത്ത് കൊടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ ആ പനി മാറിപ്പോവും വിത്തൗട്ട് മെഡിസിൻ. ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചുമയുണ്ടോ, ഛർദിയുണ്ടോ, വയറ്റിളക്കമുണ്ടോ. ഇപ്പോൾ പലരും ഒരു കുട്ടിക്ക് പനി തുടങ്ങിയാൽ ഉടനെ ഡോക്ടറെ അടുത്ത് കൊണ്ടോ അല്ലെങ്കിൽ സെൽഫ് മെഡിക്കേഷൻ നടത്തും. ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ കുട്ടിക്ക് വയറിളകുന്നുണ്ടെങ്കിൽ വയറിളക്കത്തിൻ്റെ മരുന്ന് വേറെ മേടിച്ച് കൊടുക്കും. ഛർദിക്കുകയാണെങ്കിൽ പിന്നെ ഛർദിക്ക് മരുന്ന് കൊടുക്കും. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് പനിയുണ്ട്, വയറ്റിളക്കമുണ്ട്, ഛർദിയുണ്ട്. ഇപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻ ആണെങ്കിൽ ഇതിന് പറ്റിയത് ആഴ്സനിക് ആൽബം എന്ന് പറഞ്ഞ മരുന്നിൽ ഒരൊറ്റ മരുന്നുകൊണ്ട് പനിയും കുറയും, വയറ്റിളക്കം കുറയും, ഛർദി കുറയുമെന്ന് മാത്രമല്ല അത് മാറിപ്പോവും. അപ്പോൾ ഏറ്റവും എളുപ്പം ആദ്യം തന്നെ പനിയെന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കില്ല. ബെൽഡോണയോ ബ്രയോണയോ റെസ്റ്റോക്സ് എന്ന് പറയുന്ന മറ്റേതെങ്കിലും മരുന്ന് ഡോക്ടർ കൊടുക്കും. പിന്നീട് ഛർദി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വയറുവേദന എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ നെക്സോമിക്ക എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കും. പിന്നീട് ഈ പറഞ്ഞ പോലെ വയറ്റിളക്കോ ഛർദി വരുന്നത്. അപ്പോൾ ആഴ്സനിക് ആൽബം എന്ന് പറഞ്ഞ ഒരു മരുന്നായിരുന്നു ആ കുട്ടിക്ക് ആദ്യമേ കൊടുക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ അലോപ്പതി ഡോക്ടറെ അടുത്ത് ചെന്നാലും ഇത് തന്നെ സംഭവിക്കും.
ആദ്യം ഒരു അസുഖത്തിന് ഒരു മരുന്ന് മേടിക്കുക, ഒരു ലക്ഷണം പറയും, പിന്നീട് ഓടിച്ചെന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ഛർദ്ദിച്ചെന്ന് പറഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ രോഗികൾക്ക് ക്ഷമയില്ല. പ്രത്യേകിച്ച് പാരൻസിന് പേടിയാണ്. പനിയെ ഒന്നാമത് പേടിക്കാതിരിക്കുക. പനി പേടിക്കേണ്ട കാര്യമില്ല. ഒന്ന് നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെ പനിയെ ഇന്ന് വളരെയധികം പേടിപ്പിച്ചുകൊണ്ടിരിക്കണം പൊതുജനങ്ങളുടെ ഇടയിൽ. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ 10,000 പേർക്ക് പനി വന്നെന്ന് പറഞ്ഞാൽ കേരളത്തിൽ 1,00,000-ലധികം ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു പനി പോലും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അത് ഇത്ര വിപുലീകരിച്ച് ഇത്ര മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കേണ്ട ആവശ്യം മാധ്യമങ്ങൾക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയം. ഡോക്ടേഴ്സ് ക്യാബിനിൽ ഇനിയൊരു ഇടവേള. വെൽക്കം ബാക്ക്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഉഷയാണ്. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ഒരു 10 വർഷത്തിലധികമായി ജലദോഷം പോകാതെ ഇങ്ങനെ എപ്പോഴും ജലദോഷം തന്നെയാണ്. ഞാൻ ഇപ്പോൾ പിന്നെ അത് അലർജിയായി മാറി. ഇപ്പോൾ ഞാൻ ഡോക്ടർ ഹോമിയോ ആണ് കാണിക്കുന്നത്. 2 മാസത്തോളം ഇപ്പോൾ ഹോമിയോ മരുന്നാണ്, എന്നിട്ടൊരു വ്യത്യാസമില്ല. ഇപ്പോൾ 2 ദിവസമായി തലവേദനയും ജലദോഷത്തിന് എന്തോ കഫത്തിന്റെ ബുദ്ധിമുട്ട് ഒരാകപ്പട തലയിൽ എന്തെല്ലോ പോലെയാകാം. ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാ? ഇല്ല, എക്സ്റേ വെച്ചിട്ടില്ല. ഒരു അലർജിയാണെന്ന് പറഞ്ഞു. അലർജിയാണ് കൂടുതൽ നീണ്ടു നിൽക്കുന്നത്. എന്നാലും 10 മാസത്തോളമായിട്ട് തീരെ മാറിയിട്ടില്ലെന്നാണോ, അല്ലെങ്കിൽ 10 മാസമായി അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? ജലദോഷം ഇങ്ങനെ മാറില്ല, തീരെ മാറിയിട്ടില്ല. തീരെ മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു PNS എന്ന് പറയുന്ന ഒരു എക്സ്റേ എടുത്ത് നോക്കാം. അപ്പോൾ സൈനസൈറ്റിസ് നിങ്ങൾക്ക് ഇപ്പോൾ പിടിപെട്ട് കഴിഞ്ഞു. അതാണ് തലവേദനയൊക്കെ അനുഭവപ്പെടുന്നത്. കുറേ നാളങ്ങനെ ജലദോഷം നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ചെവി കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. ചെവി വേദന വരെയും ചെവി പൊട്ടിയൊലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മാറിക്കിട്ടാനും പ്രയാസമാകും. അതുകൂടാതെ സൈനസൈറ്റിസ് ഒരു പ്രാവശ്യം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രാവശ്യം സൈനസൈറ്റിസ് വരും. അപ്പോൾ ഒന്ന് ശക്തമായിട്ട് ചീറ്റാതിരിക്കുക. മൂക്ക് ചീറ്റിക്കഴിഞ്ഞാൽ സൈനസിലേക്ക് ഈ കഫം കടന്നു പോകും. രണ്ടാമത് മൂക്ക് വലിച്ച് കയറ്റരുത്. ഇങ്ങനെ വലിച്ച് കയറ്റി കഴിഞ്ഞാലും ഈ കഫം പോരാതെ വന്നിട്ട് സൈനസൈറ്റിസ് ഉണ്ടാക്കും. പിന്നെ ജലദോഷം മാറാതെ നിൽക്കുന്നതിന് പല കാരണങ്ങളിൽ ഒന്ന് അലർജിയാണ്. രണ്ടാമത് മൂക്കിന് ഉള്ളിലുണ്ടാകുന്ന എന്തെങ്കിലും ദശ പോലെയുള്ള വളർച്ച ഉണ്ടെങ്കിൽ അതുണ്ടാകാം. അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എക്സ്റേ എടുത്ത് നോക്കണം. ഏതായാലും തീർച്ചയായിട്ടും 10 മാസമായിട്ട് മാറാത്ത ജലദോഷത്തിന് അത് കാര്യമായിട്ട് തന്നെ ഒരു അക്യൂട്ട് അല്ലെങ്കിൽ ഒരു സാധാരണ ജലദോഷം പോലെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല ഇത് ഈ നിങ്ങളുടെ രുചി നഷ്ടപ്പെടാൻ, ഭക്ഷണത്തിനുള്ള രുചി നഷ്ടപ്പെടാനും മണം ആദ്യം തന്നെ മണം നഷ്ടപ്പെടും. മറ്റു പല പദാർത്ഥങ്ങളുടെ മണം നമുക്ക് തിരിച്ചറിയാൻ പറ്റാതാവുകയും പിന്നീട് ഭക്ഷണത്തിൻ്റെ രുചി തന്നെ, കാരണം ഓൾഫാക്ടറി എന്ന് പറയുന്ന ഒരു ക്രേനിയൽ നെർവ്, ബ്രെയിനിൽ നിന്ന് പോരുന്ന ഒരു ഞരമ്പാണ് നമ്മൾക്ക് രുചിയും മണവും അറിയിക്കുന്നതിന് ഒരുപോലെ പ്രവർത്തിക്കുന്നത് ഒരു ഞരമ്പ് തന്നെയാണ്. അപ്പോൾ ആദ്യം മണം നഷ്ടപ്പെടുകയും പിന്നീട് രുചി അറിയാതാവുകയും ചെയ്യും. അപ്പോൾ പലരും പറയും രുചി അറിയാതായിട്ടല്ല, ഇല്ല എനിക്ക് എരിവും പുളിയും ഉപ്പും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതല്ല, നമ്മൾക്ക് പല ഭക്ഷണ പദാർത്ഥങ്ങളും ഇപ്പോൾ പല മത്സ്യങ്ങളുണ്ട്, പല മത്സ്യത്തിനും പല രുചിയാണ്. പക്ഷേ ഇത് കുറേ നാൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ എല്ലാ മത്സ്യവും അയിലക്കറി വെച്ചാലും ചാളക്കറി വെച്ചാലും തിരുത കറി വെച്ചാലും ഒരേപോലെ ഇരിക്കും. അപ്പോൾ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ജലദോഷത്തിന് മാറ്റി തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും അത് പരിശോധിച്ച് നോക്കണം. നിങ്ങളുടെ മൂക്കിൽ വല്ല വളർച്ച ദശ പോലെ ഉണ്ടോയെന്ന് നോക്കണം. അലർജി ആണെങ്കിൽ അത് എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നതെന്ന് നോക്കി അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ആ അലർജി മാറ്റിയെടുക്കാനുള്ള മരുന്നുകൾ കഴിക്കുകയോ ചെയ്യണം. ഒരു ഹോമിയോ മരുന്നാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോമിയോ മരുന്ന് 2 മാസമായി കഴിക്കുന്നത് അല്ലേ? അപ്പോൾ ഡോക്ടർ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, അപ്പോൾ ഒരു സാവകാശം ഡോക്ടർ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. ഇപ്പോൾ മരുന്ന് ഒരു മരുന്ന് തന്നിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടർ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എക്സ്റേ എടുത്ത് നോക്കുകയോ ബ്ലഡ് നോക്കുകയൊക്കെ ചെയ്തിട്ട് അതിന് പറ്റിയ മരുന്ന് തന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വൈകുന്നേരം എല്ലാ ദിവസവും ഒന്ന് ആവി കൊള്ളാം. അധികം നേരം കൊള്ളരുത്, 1-2 മിനിറ്റേ കൊള്ളാൻ പാടുള്ളൂ. പലരും കുറേ നേരം ഇരുന്ന് ആവി കൊള്ളാറുണ്ട്. അത് തെറ്റാണ്. കാരണം നമ്മളുടെ മുഖത്തുള്ള സെല്ലുകൾ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ആ സെല്ലുകൾക്ക് രൂപമാറ്റം വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് പബ്ലിക്കിന് മനസ്സിലാവും. ഒരു കോഴിമുട്ട ആവി തട്ടിക്കഴിഞ്ഞാൽ ആ കോഴിമുട്ടയുടെ ഉള്ളിലുള്ള വെളുത്ത പദാർത്ഥം അത് കട്ടിപിടിച്ച് ഒരു ഹാർഡ് മാറ്ററായി മാറും.
അതുപോലെ നമ്മളുടെ സെല്ലുകൾ കോടിക്കണക്കിന് സെല്ലുകളുടെ മുഖത്ത് പേശികൾ നിൽക്കുന്നത് അവിടെയൊക്കെ ശക്തമായി ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഈ വെളുത്ത സെല്ലിൻ്റെ ഉള്ളിലുള്ള വെളുത്ത ദ്രാവകം കട്ടി പിടിച്ച് ആ സെല്ലിൻ്റെ ശരിയായ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അധികം നേരം ആവി കൊള്ളുന്നതല്ല, കുറച്ച് നേരം കൊള്ളുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ പിന്നെ വൈറ്റമിൻ സി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കൂ, ഒരു സൂത്രം ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കേട്ടോട്ടെ എന്ന് എഴുതിയിട്ട് തന്നെ പറയുന്നതാണ്. പാല് പൊതുവെ നല്ലതല്ലെങ്കിലും ഈ കാര്യത്തിൽ പാലിൽ ഒരു ഗ്ലാസ് പാലിൽ 10 തുള്ളി കുർക്കുമ ലോങ്ക എന്ന് പറയുന്ന ഹോമിയോപ്പതിക്ക് മരുന്നിൻ്റെ മാതൃസത്ത് ചേർത്ത് ചൂടോടുകൂടി കഴിക്കുക. അത് അലർജി കുറക്കാനും നല്ലതാണ്. കുറേ വൈറ്റമിൻസും ഇതെല്ലാം കിട്ടുകയും ചെയ്യും. കാൽസ്യം ഉൾപ്പെടെയുള്ള വൈറ്റമിൻസ് കിട്ടും. പിന്നെ വൈറ്റമിൻ സി കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പമാർഗ്ഗം ചെറുനാരങ്ങ പിഴിഞ്ഞ് തേൻ ചേർത്ത് കഴിക്കാം. അതല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കാം, പച്ച നെല്ലിക്ക. താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമുക്ക് ഒരു കോളറും കൂടിയുണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, എൻ്റെ പേര് ഹിമി എന്നാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ, എൻ്റെ പേര് ഹിമി എന്നാണ്. പറഞ്ഞോളൂ. എനിക്ക് സയൻസിറ്റിൻ്റെ ഉണ്ടാകുന്ന തലവേദനയൊക്കെ നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 വർഷം ആയി. അപ്പോൾ ഇപ്പോഴും ഈ തലവേദന മാറണില്ല. അത് പോയിട്ട് പിറം തലകയിൽ ഒരു ഉളച്ചിലും ഒരു വേദനയായിട്ടൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ഓപ്പറേഷൻ കഴിച്ചത് സൈനസൈറ്റിസ് വന്നിട്ട് അത് മാറാൻ വേണ്ടിയാണോ? മൂക്കിനായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. മൂക്കിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സൈഡ് ചെയ്തു അല്ലേ? ഒരു സൈഡ് ചെയ്തു. അപ്പോൾ മറ്റു സൈഡിലും സൈനസൈറ്റിസ് മിക്കാറുണ്ടാവും. ഇത് ബൈലാറ്ററലാണ്, 2 സൈഡിലും വരാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഒരു സൈഡ് കറക്റ്റ് ചെയ്തെങ്കിൽ മറ്റേ സൈഡും കൂടെ കറക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് പൂർണ്ണമായ സുഖം കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സർജറി നടത്തിയ ഡോക്ടർ തലങ്ങണയിൽ വെച്ച് കിടക്കാനൊന്നും പാടില്ല. ഭയങ്കര വേദന, ഒരു ഉളച്ചിലും ഒരു ഞരമ്പ് വലിക്കും പോലത്തെ ഒരു വേദന എനിക്ക്. പിന്നെ സൈനസൈറ്റിസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അത് സർജറി ചെയ്ത് പൂർണ്ണമായിട്ടും ചിലപ്പോൾ അത് മാറിയും പോയിട്ടുണ്ടാകും. പക്ഷെ തലവേദന ഉണ്ടാക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. മൈഗ്രെയിൻ, ട്രൈജെമിനൽ ന്യൂറാൾജിയ തുടങ്ങി പല കുറേ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളാണ്, തലവേദനയാണ്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സൈനസൈറ്റിസ് ഉള്ള ആൾക്ക് ഇത്തരം തലവേദന ഉണ്ടാക്കുന്ന മറ്റു രോഗങ്ങളും കൂടെ ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ചുമ്മാ കണ്ണ് ചൊറിച്ചിലും കണ്ണീന്ന് ചുമ്മാ കണ്ണുനീര് എപ്പോഴും കണ്ണുനീര് വന്നോണ്ട് ചൊറിച്ചിൽ ഭയങ്കര കടിയായിരിക്കും കണ്ണു. അത് അലർജി തന്നെയാണ്. അങ്ങനെ കണ്ണിൽ ചൊറിച്ചിലുണ്ടാവുകയും കണ്ണിൽ നിന്ന് വെള്ളം ധാരാളം ഒലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിന് നമുക്ക് കണ്ണട വെക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം പൊടികൾ കണ്ണിലേക്ക് കയറി പോകാതെ ആ കണ്ണിൻ്റെ ഗ്ലാസ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഏതായാലും നിങ്ങൾ സർജറി ചെയ്ത ഡോക്ടറെ തന്നെ ഒന്ന് കണ്ടിട്ട് മറ്റ് തലവേദനക്ക് വേറെ വല്ല കാരണങ്ങളുണ്ടോയെന്നും അന്വേഷിക്കുക. ഇനി അതിലും നിങ്ങൾക്ക് മനമടുത്തിരിക്കണം, മരുന്നൊക്കെ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് എന്നിട്ടും സക്സസ് ആയില്ല എന്നുള്ളൊരു നിരാശയിലിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ നിങ്ങൾക്ക് വേണ്ട മരുന്നുകൾ തന്ന് അഡ്വൈസ് തന്ന് നിങ്ങളുടെ രോഗം മാറാൻ സഹായിക്കും. താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമ്മൾ മഴക്കാല രോഗങ്ങളെ പറ്റി പറയുമ്പോൾ മഞ്ഞപ്പിത്തം ഏറ്റവും അധികം പേടിക്കേണ്ട ഒരു രോഗം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇതിന് ഹോമിയോപ്പതിയുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റി ഒന്ന് പറയാമോ? മഞ്ഞപ്പിത്തം സാധാരണയായിട്ട് ജലജന്യ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ആണ്. ഈ മുമ്പ് വളരെ റയറായിരുന്നെങ്കിലും ഇക്കാലത്ത് ഇപ്പോൾ അടുത്തിടെയായിട്ട് ഹെപ്പറ്റൈറ്റിസ് ഇ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വരുന്നത് ഗർഭിണികളെ സംബന്ധിച്ചാണ് പ്രശ്നം. ഒരു ഗർഭിണിക്ക് മഞ്ഞപ്പിത്തം ഈ പിടിപെട്ട് കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ ശിശുവിന് ചിലപ്പോൾ അബോർഷൻ ഉണ്ടാകാനും ചാപിള്ളയായി ജനിക്കാനും അല്ലെങ്കിൽ കുട്ടി ജനിച്ച ഉടനെ തന്നെ മഞ്ഞപ്പിത്തം പിടിപെട്ട് മരണപ്പെട്ടു പോകാനും ഇത് ചിലപ്പോൾ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലുണ്ടാക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അത് മറ്റേണൽ കുട്ടിയുടെ അമ്മയുടെ മരണത്തിനും ഇടയാക്കിയിട്ടുണ്ട് റയറായിട്ട്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികളല്ല അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് ഈ പ്രശ്നം ഉണ്ടാക്കാറില്ല. ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന. നമ്മൾ ഒരു ഭാഗത്ത് പിടിപെട്ട് കഴിഞ്ഞാൽ അത് ആ ജലം തന്നെ ഉപയോഗിക്കുന്ന പലർക്കും മഞ്ഞപ്പിത്തം പിടിപെടുകയും ഇപ്പോൾ ഒരു കോളേജ് ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് മുഴുവൻ പിടിപെടാം. അതിൽ പൈപ്പ് വെള്ളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ വൈറസുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുന്ന ആ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവനും പടർന്നു പിടിക്കും. അതുകൂടാതെ ഈ രോഗിയുടെ മൂത്രത്തിലൂടെയും ഛർദ്ദിക്കുന്നതിലൂടെയും അത് മറ്റുള്ളവർക്ക് പകരം ചെയ്യും. ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുന്നത് രോഗി പ്രധാനമായും പ്രകടിപ്പിക്കുന്ന രോഗലക്ഷണങ്ങളല്ല, ഓരോ വ്യക്തിയും ആ വ്യക്തികളുടെ പ്രത്യേക സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും മരുന്ന് സെലക്ട് ചെയ്യുക. എങ്കിലും ഹോമിയോപ്പതിയിൽ ഏറ്റവും കൂടുതലായിട്ട് മഞ്ഞപ്പിത്തത്തിന് പ്രത്യേക സിംറ്റം ഒന്നും രോഗി പ്രകടിപ്പിച്ചില്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കാർഡസ്മാർ, ചെലിഡോണിയം,
അങ്ങനെ കുറേ മരുന്ന് ചെനോപ്പൊടിയം, ചെലിഡോണിയം, അങ്ങനെ പല മരുന്നുകളും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ വേറെ കാര്യമുള്ള ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കാര്യമായ പഥ്യങ്ങളില്ല. രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം. ഇപ്പോൾ പലരും എങ്കിലും ഓയിൽ കലർന്ന ഭക്ഷണവും കൂടുതൽ ദഹിക്കാൻ പ്രയാസമുള്ള ബീഫ്, മട്ടൺ ഒഴിവാക്കാം. എന്നാൽ ചിക്കൻ ഉപയോഗിക്കാം. പല ക്വാളിഫൈഡ് അല്ലാത്ത വ്യാജ ഡോക്ടർമാരോ അല്ലെങ്കിൽ പഴയ പുരാതന വൈദ്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്നവർ പറയുന്നു കോഴിയെ 1 വർഷത്തേക്ക് തുടരുതെന്നൊക്കെയാണ്. ഏറ്റവും രോഗിക്ക് ദഹിക്കാവുന്ന ഭക്ഷണം, മഞ്ഞപ്പിത്തമുള്ള രോഗിക്കാണെങ്കിലും പനി പിടിച്ച രോഗിക്കാണെങ്കിലും കൊടുക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഭക്ഷണമാണ് കോഴിയിറച്ചി. കോഴി കറി വെച്ചിട്ട് കൊടുക്കാം. അതിൽ എണ്ണമയം ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. ഒരു അടപ്പിൽ ഇട്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടമ്മ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേന് അത് കലങ്ങി പോകും. അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും. കൊച്ചു കുട്ടികൾക്ക് 10 മാസം പ്രായമുള്ള കുട്ടികൾക്ക് മാംസം എടുത്ത് എരിവ് നീക്കിയിട്ട് കൊടുക്കാം. അത്ര അതുകൊണ്ട് പിന്നെ ചിക്കൻ ഒഴിവാക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പാലിൽ പാട നീക്കിയിട്ട് പാല് കുടിക്കാം. ഹോമിയോപ്പതി മരുന്നുകൾ സെലക്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ രോഗിക്ക് ചൊറിച്ചിൽ വരും. ആ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ പലപ്പോഴും മരുന്നുകൾ കൊടുക്കുന്നത് കൊണ്ട് ചൊറിച്ചിൽ കൂടാറാണ്. ഹോമിയോപ്പതി മരുന്നുകൾ പെട്ടെന്ന് ചൊറിച്ചിൽ മാറ്റാൻ പറ്റും. കാരണം രോഗിയുടെ ശരീരത്തിൽ യാതൊരു അടയാളങ്ങളും ഇല്ലാതെ രോഗി വയലൻ്റായിട്ട് ഇച്ചിങ് സഹിക്കാൻ പറ്റാതെ പല പരിസരം മറന്ന് തന്നെ മാന്തിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അതിൽ ഡോളിക്കോസ് എന്ന് പറഞ്ഞ ഹോമിയോപ്പതി മരുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചൊറിച്ചിൽ വളരെ പെട്ടെന്ന് മാറിക്കിട്ടും. ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഇന്ന് ഡോക്ടേഴ്സ് ക്യാബിനിൽ പങ്കെടുത്തതിന്. ഡോക്ടേഴ്സ് ക്യാബിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്റ്റേ ഹെൽതി.